വയനാട് ജില്ലയിലുള്ള കുറുമ്പലക്കോട്ട കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കുറുമ്പലക്കോട്ടയിലേക്ക് എല്ലാവരും വരുന്നത് സൺറൈസ് കാണാനായിട്ടാണ്. അപ്പോൾ മിക്കവരും 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേ അവിടെ എത്തും. എന്നിട്ട് അവിടെ ടെൻ്റൊക്കെ അടിച്ച് ചിലർ കിടക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് സൺറൈസൊക്കെ കണ്ട് നിന്നിട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്ക് സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. അതിനൊക്കെ കുറച്ച് ലേറ്റായി. നമ്മളൊരു 6-6:30 അവിടെ എത്തിയപ്പോഴത്തേനും. പക്ഷേ മോർണിംഗിൽ ഒരു അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. കുറുമ്പലക്കോട്ടയിൽ തന്നെ 2 പോയിൻ്റ് ഉണ്ട്. അതായത് സൺറൈസ് പോയിൻറ്റും ഉണ്ട്, സൺസെറ്റ് പോയിൻറ്റും ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നതാണ് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഒരുപാട് വരുന്ന ഒരു പ്ലേസ്. അപ്പോൾ ഈ 2 സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അതിൻ്റെ കഥയൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ താഴെ പാർക്കിംഗ് ലോട്ടിൽ നമ്മുടെ വണ്ടി വെച്ചിട്ട് നടക്കുകയാണ്. നടക്കാനൊരു 1 കിലോമീറ്റർ ഒക്കെ കാണത്തുള്ളൂ. അത്യാവശ്യം നല്ല കുത്തനെ കയറ്റമാണ്. പക്ഷെ രാവിലെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. നല്ല മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന വഴിയിലൂടെ നമുക്കിങ്ങനെ നടന്നു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് കുറച്ച് ലേറ്റായി. അതായത് സൺറൈസ് ഒന്നും ഇനി കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും കുറേ പേരൊക്കെ സൺറൈസൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കയറുന്നവരും കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കുറുമ്പലക്കോട്ട. അത്യാവശ്യം നല്ല ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ നടന്ന് മുകളിലെത്തി. ഇപ്പോൾ ഫുൾ മിസ്റ്റ് മൂടിക്കിടക്കാണ്. നിങ്ങൾ ഈ വെള്ളം കാണുന്നതെല്ലാം മഞ്ഞാണ്. നമുക്ക് അങ്ങോട്ടേക്കൊന്നും കാണാൻ പറ്റത്തില്ല. രാവിലത്തെ അവസ്ഥ ഇതാണ്. സൺറൈസ് കഴിയുമ്പം ഇതാണ്, ഫുള്ള് മഞ്ഞാണ് ഇവിടെ മൂടിക്കിടക്കുന്നത്. Sound out in the dark where no one sees us. The electricity between us. Out of bounds, I can only be free. Out of bounds, if you're waiting for me. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ മഞ്ഞൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും നമുക്ക് കുറച്ചൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ മഞ്ഞിങ്ങനെ കിടക്കുന്നു. അതിൻ്റെ മുകളിലോട്ടേക്ക് ആകാശം പോലെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ പോയിന്റിൽ അത്യാവശ്യം നല്ല കടകളുണ്ട്. മുകളിൽ ഒരുപാട് കടകളുണ്ട്. അവിടെ ഓംലെറ്റും ബ്രെഡും അതുപോലെ തന്നെ ചായയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലുള്ള കടകളൊക്കെ ഉണ്ട്. നമ്മൾ ഗൂഗിളിലൊക്കെ കുറുമ്പലക്കോട്ടയിൽ നിന്ന് അടിച്ചു നോക്കുന്നുണ്ട്, ഒരു കുരിശൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതന്വേഷിച്ച് അവിടെ കൂടെ നടന്ന് അവിടുത്തെ കടയിലെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു അത് അടുത്ത മലയിലാണ്, അതിനുവേണ്ടി ഇതുവഴി നേരെ നടന്നാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത മലയിലേക്ക് കുരിശും തപ്പിയുള്ള നടത്തമായി അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പോയ ആ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഓപ്പോസിറ്റുള്ള ഈ മല കാണാൻ പറ്റും. അവിടെ വലിയൊരു ടവർ പോലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ആ മലയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള മലയാണ്. അപ്പോൾ ആ മല ഇറങ്ങി നമ്മൾ ഈ മല കയറിയിട്ട് കുറേ നടക്കുമ്പോഴാണ് ഈ ഒരു കുരിശിൻ്റെ ഒക്കെ ആ ഒരു സ്പോട്ടിലെത്തുന്നത്. അങ്ങോട്ടേക്ക് ഒരു ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കുത്തിനെ കയറ്റമായിരുന്നു. ഇനിയിപ്പോൾ ഫ്ലാറ്റ് റോഡാണ്. ഇതുപോലുള്ള വഴി കൂടെ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഫുള്ളും മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനായിട്ട്.
അങ്ങനെ അവസാനം നമ്മൾ കുരിശ് തപ്പി ദാ കുരിശിൻ്റെ അടുത്തെത്തി. ഇവിടെ അത്യാവശ്യം മറ്റേതിൻ്റെ അത്രയും ക്രൗഡഡ് അല്ല. ഇവിടെ അധികം പേരങ്ങനെ വന്നിട്ടില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. ഇവിടെയും ദാ അധികം കടകളായിട്ടൊന്നുമില്ല. ആകെ ഒരു ചേട്ടൻ അവിടെ ഗ്യാസൊക്കെ കൊണ്ടുവന്ന് വെച്ച് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ തരുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ കാപ്പിയൊക്കെ തരുന്നുണ്ടായിരുന്നു. അല്ലാതെ അധികം ക്രൗഡഡ് അല്ല കേട്ടോ. ഇതാണ് ശരിക്കും ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന സ്ഥലം. മറ്റേതിനേക്കാളും എനിക്ക് ഇതാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു അടിപൊളി മോർണിംഗ് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഒരു നല്ല കാപ്പിയും കുറച്ച് ഓംലെറ്റും ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഇനിയാണ് കഥയിലെ മെയിൻ ട്വിസ്റ്റ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് മലയിൽ നിന്ന് സെക്കൻഡ് മലയിലേക്ക് കയറുന്ന കയറ്റമാട്ടോ. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ് ചെയ്യുന്നത്. ഈ മല കയറിയിട്ടാണ് നമ്മുടെ ആ കുരിശിൻ്റെ ആ മലയിലേക്ക് എത്തുന്നത്. അപ്പോൾ തിരിച്ചിറക്കം ഇറങ്ങി താഴെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞങ്ങൾക്കല്ല, എനിക്ക്. എൻ്റെ ഒരു മണ്ടത്തരത്തിന് ഞാനൊരു ഊഹം വെച്ചിട്ട് വേറൊരു വഴി കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും താഴോട്ടേക്കായിരിക്കും. അത് മാത്രമല്ല, എൻ്റെ മാത്രമല്ല കേട്ടോ മിസ്റ്റേക്ക്. ഞാൻ ഒരുത്തനോട് ചോദിച്ചു. അപ്പോൾ അവനും പറഞ്ഞു ആ പാർക്കിംഗ് ലോട്ടിലേക്ക് ആണെന്നും പറഞ്ഞു. അപ്പോൾ ആ വിശ്വാസത്തിൽ നടന്നു പോയി. പക്ഷേ എത്തിയത് വേറൊരു സ്ഥലത്തായിപ്പോയി. അതായത് നമ്മൾ ആദ്യം വന്ന് പാർക്ക് ചെയ്ത നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിൽ നിന്നും 4 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ എത്തിയത്. ഒരു അടിപൊളി ചുറ്റലായിപ്പോയി. ഒരുപാട് ഞങ്ങൾ നടക്കേണ്ടി വന്നു. കുറുമ്പലക്കോട്ട കണ്ട് അത്യാവശ്യം അന്തസ്സായിട്ട് ഞങ്ങൾ തെണ്ടി നടന്നു. ഞങ്ങൾ തെറ്റിയെത്തിയ സ്പോട്ട് ഇതാണ്. ഇവിടെയും വന്നിട്ട് കുറുമ്പലക്കോട്ടയിലേക്ക് പോകാം. ഇങ്ങനെ പോയാൽ നമ്മൾ ആദ്യം എത്തുക ആ കുരിശിൻ്റെ ആ കുന്നിലാണ്. അപ്പോൾ ദാ ഇതും ഒരു ചെറിയ ജംഗ്ഷൻ പോലെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കടകളൊന്നുമില്ല കേട്ടോ. ഇവിടുന്നും കുറച്ചുകൂടെ കയറിയാൽ ഇച്ചിരി ഒരു മെയിൻ റോഡിലെത്തും. അവിടുന്ന് പിന്നെ അവിടെ നിന്ന ചേട്ടന്മാർ തന്നെ നമുക്കൊരു ഓട്ടോ വിളിച്ചു തന്ന് ആ ഓട്ടോയിൽ നമ്മൾ ആദ്യം വന്ന ആ പാർക്കിങ്ങിലേക്ക് പോയി. ഇതാണ് നമ്മൾ ഫസ്റ്റ് വന്ന പോയിൻ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് 20 രൂപ കൊടുത്തു പാർക്ക് ചെയ്യാൻ വേണ്ടി. ഇതുവഴിയാണ് നമ്മൾ കയറിപ്പോയത്. ഇപ്പോൾ ദാ ഇവിടെ ആരുമില്ല, അത് അടച്ചു വിട്ടേക്കുവാണ്. പക്ഷെ കയറുന്നുണ്ട് ആൾക്കാരൊക്കെ. ഇത് ഇപ്പോൾ ഒന്നുമില്ല, കാരണം ഒരു 9 മണി 10 മണിയായി. നമ്മൾ കുറുമ്പലക്കോട്ടയൊക്കെ തിരിച്ച് വന്നപ്പോഴത്തേനും അത്യാവശ്യം ആ നാട് മുഴുവൻ ചുറ്റി നല്ല അടിപൊളിയായിട്ടൊക്കെയാണ് വന്നത്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ എൻജോയ് ചെയ്തു, പക്ഷെ കൂടെ ഉള്ളവരൊന്നും എൻജോയ് ചെയ്തില്ല. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കേട്ടു. എൻ്റെ ഐഡിയ ആയി പോയില്ലേ, അതുകൊണ്ട് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെയാണ് ഓരോ എക്സ്പീരിയൻസ്. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പല അബദ്ധങ്ങളും പറ്റും. ഇതൊക്കെ പിന്നീട് ഓർത്ത് ചിരിക്കാം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു അടിപൊളി കുറുമ്പലക്കോട്ട, ഒരിക്കലും മറക്കാത്ത ഒരു കുറുമ്പലക്കോട്ട എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ വയനാടൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.